നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. ഇറ്റ്സ് മാസീവ്, ആബ്സല്യൂട്ട്ലി മാസീവ്. ഒരു IPL സീസണിൽ 5-6 മത്സരങ്ങൾ കാത്തിരുന്നിട്ട് ഒടുവിലൊരു വിജയം നേടുക, അതിൻ്റെ ഒരു ഫീലിംഗ് വല്ലാത്തതായിരിക്കും. തോറ്റ് പരാജയത്തിൻ്റെ പടുകുഴിയുടെ അടിത്തട്ടിൽ നിന്ന് ഒടുവിൽ അവർ തിരിച്ചുവരവിൻ്റെ സൂചനകൾ നൽകുന്നു. പരാജയത്തിൻ്റെ കയ്പ് നീരിന് പകരം അവർക്ക് വിജയമധുരത്തിൻ്റെ സന്തോഷകരമായ നിമിഷങ്ങൾ സമ്മാനിച്ചതിന് റിങ്കു സിംഗിനോടാണ് നന്ദി പറയേണ്ടത്. അനുകുൽ റോയിയോടാണ് നന്ദി പറയേണ്ടത്. വീണ്ടും തകർച്ചയിലേക്ക് പോയ ഒരു ടീമാണ് ടീം സിഫേർട്ട് ഡക്ക്. അജിങ്ക്യ രഹാനെ ഡക്ക്. വിക്കറ്റുകൾ ഇങ്ങനെ പാറിപ്പറക്കുന്നു. യെസ്, 2 റൺസ് 2 വിക്കറ്റ്, 5 റൺസിന് 2 വിക്കറ്റ് എന്ന രൂപത്തിലേക്ക് വീണ് പോയൊരു ടീമിന് 37-ന് 3-ലേക്കും 52-ന് 4-ലേക്കും 70-ന് 5-ലേക്കും 85-ന് 6-ലേക്കും വീണ്ടെടുത്ത് നിന്ന് ടീമിനെ 161 റൺസ് വരെ കൊണ്ടുപോയി വിജയത്തിൻ്റെ ആ സുന്ദരമായ മുഹൂർത്തങ്ങളിലേക്ക് എത്തിച്ചതിന് അവർ നന്ദി പറയേണ്ടത് റിങ്കു സിംഗിനും അതുപോലെ അനുകുൽ റോയിക്കുമാണ്. മനോഹരമായ അർദ്ധ സെഞ്ചുറി, 34 പന്തിൽ 5 4-ഉം 2 6-ഉം അടക്കം 53 റൺസ് അടിച്ച് റിങ്കു പുറത്താകുന്നപ്പോൾ അനുകുൽ റോയിയുടെ ഇന്നിങ്സും പറയണം. 16 പന്തിൽ 1 4-ഉം 2 6-ഉം അടക്കം 29 റൺസാണ് അദ്ദേഹം അടിച്ചത്. ഏതായാലും രാജസ്ഥാൻ റോയൽസിന് പരാജയങ്ങൾ തുടർച്ചയായ 2ാമത്തെ പരാജയമാണ് അവർക്ക് കൊടുക്കുന്നത്. 4 വിക്കറ്റിന്റെ വിജയം, ആദ്യ വിജയം KKR സ്വന്തമാക്കുന്നു. ആദ്യം ബാറ്റ് ചെയ്ത രാജസ്ഥാൻ റോയൽസ് നിശ്ചിത 20 ഓവറുകളിൽ 9 വിക്കറ്റിന് 155 റൺസാണ് അടിച്ച് 2 പന്തുകൾ ശേഷിക്കെ വിജയലക്ഷ്യം മറികടന്നു KKR. തീർച്ചയായിട്ടും വൈഭവ് സൂര്യവംശി, യശസ്വി ജയ്സ്വാൾ കൂട്ടുകെട്ട് മികച്ച രൂപത്തിൽ തന്നെയാണ് ഇക്കളിയിലും തുടങ്ങിയത്. 9ാമത്തെ ഓവറിൽ സൂര്യവംശി മടങ്ങുമ്പോഴേക്കും സ്കോർ ബോർഡിൽ 81 റൺസായി കഴിഞ്ഞിരുന്നു. സൂര്യവംശി 28 പന്തിൽ 4 4-ഉം 2 6-ഉം അടക്കം 46 റൺസിന്റെ മനോഹരമായ ഇന്നിങ്സ് കളിച്ചു. യശസ്വി ജയ്സ്വാൾ 29 പന്തിൽ 39 റൺസ് അടിച്ചു. മറ്റാർക്കും മികച്ചൊരു ഇന്നിങ്സ് കളിക്കാൻ പറ്റിയില്ല എന്നുള്ളിടത്താണ് രാജസ്ഥാൻ റോയൽസിന്റെ സ്കോർ ഇത്ര ചെറുതായി പോയത്. ത്രൂജറിൽ 5, റിയാൻ പരാഗ് 12, ഹെറ്റ്മയർ 15, ഫെറീറ 7, ജഡേജ 9, ആർച്ചർ 8, ബിഷ്ണോയി ഡക്ക്. ഇങ്ങനെ പോയി അവരുടെ ബാറ്റിംഗ്. മികച്ച രൂപത്തിൽ പന്തെറിഞ്ഞു ത്യാഗി. 4 ഓവർ 22 റൺസിന് 3 വിക്കറ്റ്. ഒപ്പം വരുൺ ചക്രവർത്തി തന്റെ ടച്ച് തിരികെ പിടിച്ചു. 4 ഓവറിൽ 14 റൺസിന് 3 വിക്കറ്റ്. സുനിൽ നരയൻ 4 ഓവർ 26 റൺസിന് 2 വിക്കറ്റ്. മറുപടി ബാറ്റിംഗിൽ KKRന്റെ വിക്കറ്റുകൾ പിഴുതെടുത്തുകൊണ്ട് മികച്ച തുടക്കം അവർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. രാജസ്ഥാൻ റോയൽസിന് കൊടുത്തിട്ടുണ്ടായിരുന്നു. ജോഫ്രെ ആർച്ചറും നാന്ദ്രെ ബർഗറും. ജോഫ്രെ ആർച്ചർ ഗോൾഡൻ ഡക്കാക്കിയിട്ട് ടീം സിഫേർട്ടിനെ പറഞ്ഞു വിട്ടു. അജിങ്ക്യ രഹാനയെ 2 പന്തിൽ നിന്ന് ഡക്കാക്കിയിട്ട് നാന്ദ്രെ ബർഗറും പറഞ്ഞു വിട്ടു. രഘുവൻഷി 10 റൺസ്. ക്യാമറൺ ഗ്രീൻ 27, 13 പന്തിൽ 4 4-ഉം 1 6-ഉം. വാട്ട് എ സ്റ്റംപിങ്. ത്രൂ ജുറലിന്റെ ആ ഒരു വർക്കിന് കൈയടിക്കണം കേട്ടോ. അതിമനോഹരമായിട്ട് വിസ്മയിപ്പിച്ചൊരു സ്റ്റംപിങ് ആയിരുന്നു അത്. ക്യാമറൺ ഗ്രീനെ പറഞ്ഞു വിട്ടത്. പവലാവട്ടെ 20 പന്തിൽ 23. അങ്ങനെ തകരുകയാണെന്ന് തോന്നിച്ച ഒരു ടീമിനെയാണ് പിന്നെ റിങ്കുവും അതുപോലെ അനുകുൽ റോയും ചേർന്ന് വിജയത്തിലേക്ക് കൊണ്ടുപോയത്. രമൺദീപ് സിംഗ് 10 റൺസുമായിട്ട് മടങ്ങിയിരുന്നു. റിങ്കു 34 പന്തുകൾ 5 4-ഉം 2 6-ഉം അടക്കം അടിച്ചു കൂട്ടിയത് 53 റൺസ്. അനുകുൽ റോയ് 16 പന്തിൽ 1 4-ഉം 2 6-ഉം അടക്കം 29 റൺസ്. എവിടേക്കെയോ ബൗളിംഗ് റൊട്ടേഷനിൽ തെറ്റിപ്പോയോ റിയാൻ പരാഗിനി എന്ന സംശയങ്ങൾ സ്വാഭാവികമായിട്ടുമുണ്ട്. ബ്രിജേഷ് ശർമ്മയിൽ തന്നെ അദ്ദേഹം അവസാന ഓവറിന് സ്റ്റിക്ക് ചെയ്തു. ആദ്യ 2 പന്തുകൾ ബൗണ്ടറിയിലേക്ക് പായിച്ചതിന് തൊട്ടു പിന്നാലെ 6-ഉം കൂടി പറത്തി അങ്ങ് തീർത്തു കൊടുക്കുകയാണല്ലോ റിങ്കു സിംഗ് ചെയ്തത്. തീർച്ചയായിട്ടും എവിടെയോ ഒന്ന് പാളി പോയിട്ടുണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും. ഇതിൽ 3 ഓവറാണ് രവീന്ദ്ര ജഡേജ എറിഞ്ഞത്. 8 റൺസ് അദ്ദേഹം 2 വിക്കറ്റ് വീഴ്ത്തിയിട്ടുണ്ടായിരുന്നു. ബ്രിജേഷ് ശർമ്മ ആദ്യ ഓവറിൽ അദ്ദേഹം 7 റൺസാണ് വിട്ടുകൊടുത്തത്. അതിൻ്റെ ഒരു വിശ്വാസത്തിലായിരിക്കണം വീണ്ടും അവസാന ഓവറും കൊടുത്ത്. പക്ഷേ പണി വാങ്ങി രാജസ്ഥാൻ റോയൽസ്. എന്തായാലും വീണ്ടും പരാജയപ്പെട്ടു. 6 കളി 4 വിജയം 2 തോൽവി 8 പോയിന്റുമായിട്ട് നിൽക്കുന്നു. KKR ഒടുവിൽ 10ാം സ്ഥാനത്ത് നിന്ന് കയറി തൽക്കാലത്തേക്കെങ്കിലും 9ാം സ്ഥാനത്തേക്ക് 3 പോയിന്റോടെ എത്തുകയാണ്. വീഡിയോ അവസാനിക്കുന്ന ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ലക്സ് എഴുതാം.